മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, പരീക്ഷയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണോ? അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നറിയാം. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷാകാലം ഏത് വിധത്തിൽ എഴുതി എന്നുള്ളതല്ല. ഈ ഒരു പരീക്ഷ വളരെ ടഫായവരുണ്ടാവും, വളരെ കൂളായിട്ട് എഴുതിയവരുണ്ടാവും. എന്തായാലും ടഫായവർ ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഒരു കൈത്താങ് വേണ്ടത്, ഒരു സ്കഫോൾഡിങ് വേണം എന്ന് തോന്നുന്നവർ, ഒരു ഹെൽപ്പ് വേണമായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടാവും അല്ലേ? അവരെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല എന്നുള്ളതാണ്, കോൺസെപ്റ്റ് അറിയില്ല എന്നുള്ളതാണ്. അത് എന്ത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വന്ന ഒരു രീതിയുടെ പ്രശ്നമായിരിക്കാം. എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല. ടീച്ചേഴ്സ് അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു വിടുന്നുണ്ടാവും, നിങ്ങൾ ഒന്നുകിൽ അത് റിവൈസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു രീതിക്ക് എന്തോ ഒരു മാറ്റം എവിടെയോ ഒന്ന് വരുത്തേണ്ടി വരും. ടീച്ചേഴ്സൊക്കെ അടിപൊളി എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. ഉറപ്പായിട്ടും ഞങ്ങളുടെ കുട്ടികളെ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിലാണ്. അത് സൈലത്തിൻ്റെ ടീച്ചേഴ്സ് എന്നല്ല, സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ആഗ്രഹിക്കുക, എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് വേണം. ഒരാൾക്ക് എ ഗ്രേഡിൽ എത്താൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ടീച്ചർ ശ്രമിക്കും. കാരണം എന്താണ്? അവരുടെ കുട്ടികളാണ് നിങ്ങൾ, അവരുടെ കുട്ടികളാണ് അല്ലേ? അപ്പോൾ അതേ ഉത്തരവാദിത്തമാണ് ഇപ്പം ഞങ്ങൾക്കും ഉള്ളത്. കാരണം നിങ്ങളിപ്പം ഞങ്ങളുടെ മക്കളാണ്. സോ എല്ലാവരും മാർക്ക് കുറഞ്ഞവരൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പരിചയപ്പെടുത്തുന്നു വജ്രയുടെ ഒരു എൻഡ് ഗെയിം ബാച്ച്. ഇത് ടീച്ചർ പറയുന്നത് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടാണ്, ഒരു ഫൗണ്ടേഷൻ കിട്ടിക്കൊണ്ടാണ്, 6ാം ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ 7ലേക്ക് പോകാൻ പാടുള്ളൂ. അവിടെ USS ഉണ്ട്. മാത്രമല്ല 7ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഹൈസ്കൂൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേ. ഓരോ ക്ലാസ്സും ഇത് പടിപടിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നും ഉറപ്പിച്ചിട്ട് വേണം മേലോട്ട് പോകാൻ. സോ വജ്രയുടെ എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലേ? സ്ലൈഡ്സും നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. മോഡൽ എക്സാംസ് ഒക്കെ നടത്തും. ഇതുവരെ കുറേ പരിപാടികൾക്കെല്ലാം പോയിട്ട് നിങ്ങൾക്ക് അതൊക്കെ മിസ്സായിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് മോഡൽ എക്സാം ഒക്കെ എഴുതി റിവിഷൻ ക്ലാസ്സുകൾ മെയിനായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളതാണ്. റിവൈസ് ചെയ്യുക, പഠിക്കേണ്ട രീതിയിൽ പഠിക്കാം. അപ്പോൾ 9995400800 എന്ന് പറയുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 15% ഓഫർ ഉണ്ടടാ ന്യൂ ഇയറിന്. എല്ലാവരോടും നമ്മൾ എക്സാം സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15% ഓഫർ ഉണ്ട് എന്നുള്ളത്. 1275 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ. എന്തൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിക്കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങുന്ന പൈസയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പഠിക്കാൻ നമ്മൾ വാങ്ങുന്ന ഫീ എന്ന് പറയുന്നത് അല്ലേ? സോ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ന്യൂ ഇയർ ഓഫർ ആയതുകൊണ്ട് NY15 എന്ന് പറഞ്ഞാൽ 15%. അപ്പം NY15 എന്ന് പറയുന്ന ന്യൂ ഇയർ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്കിത് സ്വന്തമാക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നമ്മുടെ സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എന്തുണ്ടാവും? ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇതുവരെ പരീക്ഷ കഴിഞ്ഞ് ടഫായിരിക്കുന്നവർ, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറയോ എന്നുള്ള ടെൻഷനുള്ളവർ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ചിൻ്റെ കാര്യം ടീച്ചർ പറയുന്നത്. ബേസ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, മറന്നു പോകരുത്. 9995400800 എന്നാണ് നമ്പർ കേട്ടോ. വിളിക്കുക, സംശയങ്ങൾ തീർക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ശ്രുതി ടീച്ചറാണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.